ആകാശവാണി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ശ്രീലത. കർഷകക്ഷേമം സർക്കാരിന്റെ പ്രഥമ പരിഗണനയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്തിലെ കച്ചിൽ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാർഷിക മേഖലയിലെ പരിഷ്കരണം കർഷകരുടെ ദീർഘനാളത്തെ ആവശ്യമായിരുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അതനുസരിച്ചാണ് സർക്കാർ നിയമനിർമ്മാണം നടത്തിയത്. പ്രതിപക്ഷ കക്ഷികളും വർഷങ്ങളായി ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു. എന്നാൽ അവരുടെ ഭരണകാലത്ത് കാർഷിക പരിഷ്കരണങ്ങൾ നടപ്പാക്കാൻ അവർ താൽപര്യം കാണിച്ചില്ല. ഇപ്പോൾ പ്രതിപക്ഷം കർഷകരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. കർഷകരിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാനുള്ള ശ്രമം ഡൽഹിയിൽ നടക്കുന്നുണ്ട്. കർഷകരുടെ ആശങ്കകൾ അകറ്റാൻ സർക്കാർ എല്ലാ നടപടികളും കൈക്കൊള്ളുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകി. കർഷകരുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. 121 കോടി രൂപ ചെലവ് വരുന്ന പാൽ സംസ്കരണ പാക്കിംഗ് പ്ലാന്റ് ഉൾപ്പെടെ നിരവധി വികസന പദ്ധതികളുടെ നിർമ്മാണ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 5218 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചതായി മന്ത്രി കെ ശൈലജ അറിയിച്ചു. വിശദാംശങ്ങളുമായി ബിന്ദു വിനോദ്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചതിൽ കോട്ടയം 758, തൃശൂർ 712, എറണാകുളം 617, തിരുവനന്തപുരം 430, കൊല്ലം 419, പത്തനംതിട്ട 404, മലപ്പുറം 377, പാലക്കാട് 349, ആലപ്പുഴ 322, വയനാട് 281, കോഴിക്കോട് 276, കണ്ണൂർ 149, ഇടുക്കി 104, കാസർഗോഡ് 20 എന്നിങ്ങനെയാണ് ജില്ല തിരിച്ചുള്ള കണക്ക്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 56,453 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 9.24 ആണ്. 33 മരണങ്ങളാണ് കോവിഡ്-19 മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 72 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 4478 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു. 622 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 5066 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ഇന്ന് 12 പുതിയ ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. വിശദാംശങ്ങളിലേക്ക്. ഇടുക്കി ജില്ലയിലെ ആലക്കോട് കണ്ടെയ്ൻമെന്റ് സോൺ വാർഡ് 12, ഇരട്ടിയാർ 13, 14, പുറപ്പുഴ സബ് വാർഡ് 10, 11, കൊല്ലം ജില്ലയിലെ മൈലം 7, വെളിനല്ലൂർ സബ് വാർഡ് 6, 10, 12, കല്ലുവാതുക്കൽ സബ് വാർഡ് 4, പത്തനംതിട്ട ജില്ലയിലെ വെച്ചൂച്ചിറ സബ് വാർഡ് 5, 6, 7, 11, 13, 14, അടൂർ മുനിസിപ്പാലിറ്റി സബ് വാർഡ് 4, 26, ചിറ്റാർ സബ് വാർഡ് 13, വയനാട് ജില്ലയിലെ കോട്ടത്തറ സബ് വാർഡ് 4, തൃശൂർ ജില്ലയിലെ കൈപ്പറമ്പ് 16, പാലക്കാട് ജില്ലയിലെ മുതുമല 14 എന്നിവയാണ് പുതിയ ഹോട്ട്സ്പോട്ടുകൾ. 3 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇതോടെ ആകെ 442 ഹോട്ട്സ്പോട്ടുകളാണ് ഉള്ളത്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് സംസ്ഥാനത്തൊട്ടാകെ ഇന്ന് 611 പേർക്കെതിരെ കേസെടുത്തു. ഇന്ന് അറസ്റ്റിലായത് 206 പേരാണ്. 15 വാഹനങ്ങളും പിടിച്ചെടുത്തു. മാസ്ക് ധരിക്കാത്ത 1611 സംഭവങ്ങളാണ് സംസ്ഥാനത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. ക്വാറന്റൈൻ ലംഘിച്ചതിന് 2 കേസും രജിസ്റ്റർ ചെയ്തു. തിരുവനന്തപുരത്ത് ഇന്ന് 430 പേർക്ക് കൂടി കോവിഡ്-19 സ്ഥിരീകരിച്ചു. 290 പേർ രോഗമുക്തരായി. നിലവിൽ 3365 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിൽ കഴിയുന്നത്. ജില്ലയിൽ 7 പേരുടെ മരണം കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് 276 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയവരിൽ 8 പേർക്ക് പോസിറ്റീവായി. 10 പേരുടെ ഉറവിടം വ്യക്തമല്ല. സമ്പർക്കം വഴി 258 പേർക്കാണ് രോഗം ബാധിച്ചത്. 3904 പേരെ പരിശോധനയ്ക്ക് വിധേയരാക്കി. ജില്ലയിലെ കോവിഡ് രോഗികളിൽ 487 പേർ കൂടി രോഗമുക്തി നേടി ആശുപത്രി വിട്ടു. കൊല്ലം ജില്ലയിൽ ഇന്ന് 419 പേർക്ക് കോവിഡ് രോഗം സ്ഥിരീകരിച്ചു. വിദേശത്തു നിന്നെത്തിയ ഒരാൾക്കും ഇതര സംസ്ഥാനത്ത് നിന്നെത്തിയ ഒരാൾക്കും സമ്പർക്കം മൂലം 413 പേർക്കും ഉറവിടം വ്യക്തമല്ലാത്ത 3 പേർക്കും ഒരു ആരോഗ്യ പ്രവർത്തകയ്ക്കും രോഗം സ്ഥിരീകരിച്ചു. ജില്ലയിൽ ഇന്ന് 863 പേർ രോഗമുക്തി നേടി. കോട്ടയം ജില്ലയിൽ 758 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ജില്ലയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഏറ്റവും ഉയർന്ന പ്രതിദിന രോഗസ്ഥിരീകരണ കണക്കാണിത്. 756 പേർക്കും സമ്പർക്കം മുഖേനയാണ് വൈറസ് ബാധിച്ചത്. സംസ്ഥാനത്തിന് പുറത്തുനിന്നെത്തിയ 2 പേർ രോഗബാധിതരായി. പുതിയതായി 5522 പരിശോധനാ ഫലങ്ങളാണ് ലഭിച്ചത്. രാജ്യത്തെ കോവിഡ് രോഗമുക്തി നിരക്ക് 95.12% ഉയർന്നു. ഉയർന്ന കോവിഡ് കേസുള്ള രാജ്യങ്ങളിലെ ഏറ്റവും ഉയർന്ന രോഗമുക്തി നിരക്കുകളിൽ ഒന്നാണ് ഇത്. ആകെ രോഗമുക്തരുടെ എണ്ണം 94 ലക്ഷം കവിഞ്ഞു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 34,477 പേർ രോഗമുക്തി നേടി. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ രാവിലെ 8 മുതൽ ആരംഭിക്കും. 244 കേന്ദ്രങ്ങളിലായാണ് വോട്ടെണ്ണൽ. ഫലമറിയുമ്പോഴുള്ള ആഹ്ലാദ പ്രകടനങ്ങൾ കോവിഡ് പ്രോട്ടോക്കോളിന്റെ ലംഘനമാകാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വി ഭാസ്കരൻ പറഞ്ഞു.
കോവിഡ് മാനദണ്ഡം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. സ്പെഷ്യൽ തപാൽ വോട്ടുകൾ അടക്കമുള്ള പോസ്റ്റൽ വോട്ടുകളാണ് ആദ്യം എണ്ണുക. തുടർന്ന് ഇലക്ട്രോണിക് മെഷീനിലെ വോട്ടെണ്ണൽ നടക്കും. ഇതിനുള്ള ക്രമീകരണങ്ങളെല്ലാം കോവിഡ് മാനദണ്ഡം പാലിച്ചുകൊണ്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ഫലം അപ്പോൾ ട്രെൻഡ് വെബ്സൈറ്റിൽ ലഭ്യമാകും. ആലപ്പുഴ ജില്ലയിൽ 18 കേന്ദ്രങ്ങളിലായിട്ടാണ് വോട്ടെണ്ണൽ നടക്കുക. വോട്ടെണ്ണൽ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചും സുതാര്യമായും കൃത്യതയോടെയുമാണെന്ന് ഉറപ്പാക്കുന്നതിന് എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കി. വോട്ടെണ്ണൽ വിവരങ്ങളും ലീഡ് നിലയും അപ്പോൾ അറിയിക്കാൻ എറണാകുളം ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. വോട്ടെണ്ണൽ വിവരങ്ങളും വാർത്തകളും ചിത്രങ്ങളും തത്സമയം മാധ്യമങ്ങൾക്ക് നൽകാൻ പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിൽ ആകെ 20 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് സജ്ജമാക്കിയത്. 12 ബ്ലോക്ക് പഞ്ചായത്ത്, 7 മുനിസിപ്പാലിറ്റി, 1 കോർപ്പറേഷൻ എന്നിവയ്ക്കായി ഓരോ കൌണ്ടിംഗ് സെന്ററുകൾ വീതമാണ് ഒരുക്കിയിട്ടുള്ളത്. കോഴിക്കോട് കോർപ്പറേഷന്റെ കൌണ്ടിംഗ് സെന്റർ നടക്കാവ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് വടകര, നാദാപുരം, വളയം, കുറ്റിയാടി, പേരാമ്പ്ര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 2 ദിവസത്തേക്ക് കോഴിക്കോട് ജില്ലാ കളക്ടർ 144 പ്രഖ്യാപിച്ചു. കണ്ണൂർ ജില്ലയിൽ വോട്ടെണ്ണുന്നതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. 20 കേന്ദ്രങ്ങളാണ് വോട്ടെണ്ണുന്നതിന് ഒരുക്കിയിരിക്കുന്നത്. വോട്ടെണ്ണൽ വയനാട് ജില്ലയിലെ 7 കേന്ദ്രങ്ങളിൽ നടക്കും. ജില്ലയിലെ 7 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെയും ഒരുക്കങ്ങൾ പൂർത്തിയായി. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളെല്ലാം അണുവിമുക്തമാക്കി. കേരളത്തിന്റെ റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിന് ലോകബാങ്കിന്റെയും ജർമ്മൻ ബാങ്കായ KfWന്റെയും രണ്ടാംഘട്ട സഹായം ലഭിക്കുമെന്ന് സർക്കാർ. റീബിൽഡ് കേരളയുടെ വികസന പദ്ധതികൾക്കൊപ്പം സംസ്ഥാന ആരോഗ്യ മിഷന്റെ കോവിഡ്-19 പ്രവർത്തനങ്ങൾക്കും ഈ സഹായം വിനിയോഗിക്കാനാവും. 2021 ഏപ്രിലിൽ ലോകബാങ്കുമായി വായ്പാ കരാർ ഒപ്പുവയ്ക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് റീബിൽഡ് കേരള സിഇഒ RK സിംഗ് അറിയിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ മലയൻകീഴ് സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടിയന്തരമായി പുനരാരംഭിക്കും. കൺസ്ട്രക്ഷൻ കോർപ്പറേഷന് ഇതു സംബന്ധിച്ച് നിർദ്ദേശം നൽകിയതായി മന്ത്രി ജി സുധാകരൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ശബരിമല തീർത്ഥാടനത്തോടനുബന്ധിച്ച് കോവിഡ് രോഗികളുടെ എണ്ണം കൂടുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് മാർഗ്ഗനിർദ്ദേശങ്ങൾ പുതുക്കി. തീർത്ഥാടകരുടെ എണ്ണം ഒരു നിശ്ചിത സംഖ്യയിലേക്ക് പരിമിതപ്പെടുത്തണം. അടുത്തിടെ കോവിഡ് ബാധിച്ച് അല്ലെങ്കിൽ പനി, ചുമ, ശ്വസന ലക്ഷണങ്ങൾ, ക്ഷീണം തുടങ്ങിയ ലക്ഷണങ്ങളുള്ളവർ തീർത്ഥാടനത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കേണ്ടതാണെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം വഴി കടത്താൻ ശ്രമിച്ച 23 ലക്ഷം രൂപയുടെ സ്വർണം കസ്റ്റംസ് പിടിച്ചെടുത്തു. കാസർഗോഡ് സ്വദേശിയിൽ നിന്നാണ് സ്വർണം കണ്ടെടുത്തത്. ഫാനിന്റെ ഉള്ളിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിക്കുകയായിരുന്നു. കൊച്ചിയിൽ വീട്ടുജോലിക്കാരി ഫ്ളാറ്റിൽ നിന്നും വീണു മരിച്ച സംഭവത്തിൽ വീട്ടുടമസ്ഥനെതിരെ പോലീസ് കേസെടുത്തു. നിയമവിരുദ്ധമായി തടങ്കലിൽ വയ്ക്കുക, ഭീഷണി, ചൂഷണം എന്നീ കുറ്റങ്ങൾക്കാണ് കേസെടുത്തിരിക്കുന്നത്. ഫ്ളാറ്റ് ഉടമ ഒളിവിലാണ്. ഇന്നലെ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ MC ജോസഫൈൻ ഫ്ളാറ്റ് സന്ദർശിച്ചിരുന്നു. സംഭവത്തിൽ പുനരന്വേഷണം നടത്തണമെന്ന് അവർ ആവശ്യപ്പെട്ടിരുന്നു. പോലീസിനോട് അവർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എറണാകുളം സെൻട്രൽ പോലീസാണ് കേസന്വേഷണം നടത്തുന്നത്. കേരള വനിതാ കമ്മീഷൻ കൊല്ലം ജവഹർ ബാലഭവൻ ഹാളിൽ സംഘടിപ്പിച്ച മെഗാ അദാലത്തിൽ 12 പരാതികളിൽ തീർപ്പായി. 6 പരാതികളിൽ പോലീസ് റിപ്പോർട്ട് തേടും. എതിർകക്ഷി ഹാജരാകാത്തതുൾപ്പെടെയുള്ള കാരണങ്ങളാൽ 60 പരാതികൾ അടുത്ത അദാലത്തിലേക്ക് മാറ്റി. ജില്ലയിലെ 78 പരാതികളാണ് പരിഗണിച്ചത്. എറണാകുളം SRV സ്കൂളിന്റെ 175ാം വാർഷികവും ആഗോള സംഗമവും ഈ മാസം 20-ന് ഉപരാഷ്ട്രപതി M. വെങ്കയ്യ നായിഡു ഓൺലൈനിലൂടെ ഉദ്ഘാടനം ചെയ്യും. സ്കൂളിന്റെ ഓൾ സ്റ്റുഡന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ശതോത്തര പ്ലാറ്റിനം ജൂബിലി ആഘോഷം നടക്കുക. പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒത്തുചേരൽ പരിപാടിയും സംഘടിപ്പിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, വിദ്യാഭ്യാസ മന്ത്രി C. രവീന്ദ്രനാഥ്, MLAമാർ, MPമാർ തുടങ്ങിയവർ സംബന്ധിക്കും. കണ്ണൂർ ജില്ലയിൽ വോട്ടെണ്ണുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ജില്ലാ കളക്ടർ TV സുഭാഷ് അറിയിച്ചു. കണ്ണൂർ മുനിസിപ്പൽ സ്കൂളിലാണ് കോർപ്പറേഷനിലെ വോട്ടെണ്ണുന്നത്. 20 കേന്ദ്രങ്ങളാണ് സജ്ജമാക്കിയിട്ടുള്ളത്. ടാങ്കറുകളിലൂടെയുള്ള കുടിവെള്ള വിതരണത്തിനായി നഗരസഭ ആരംഭിച്ച ഓൺലൈൻ സംവിധാനം അട്ടിമറിക്കാൻ ചില സ്വകാര്യ ടാങ്കർ ഉടമകൾ ശ്രമിക്കുന്നതായും ഇതിനെതിരെ പൊതുജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്നും തിരുവനന്തപുരം നഗരസഭാ സെക്രട്ടറി അറിയിച്ചു. ടാങ്കറുകളിലൂടെ കുടിവെള്ളം ലഭിക്കുന്നതിന് നഗരസഭയുടെ സ്മാർട്ട് ട്രിവാൻഡ്രം മൊബൈൽ ആപ്പ് വഴിയോ നഗരസഭയുടെ വെബ് പോർട്ടൽ വഴിയോ ആണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ദിനത്തിൽ വിജയാഹ്ലാദ പ്രകടനങ്ങൾ നടത്തുമ്പോൾ കർശന കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ ഡോക്ടർ നവ്ജ്യോത് ഖോസ. 50-ൽ കൂടുതൽ പേർ പങ്കെടുക്കുന്ന ആഘോഷ പരിപാടിയും പാടില്ല. ജാഥകളും വാഹന റാലികളും ഒഴിവാക്കണമെന്നും കളക്ടർ അഭ്യർത്ഥിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം രാവിലെ 6:45-ന്.